Hi friends, welcome to Ashbicreations. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് മെറ്റീരിയലിൽ ഇതുപോലെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെമ്മിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം. രണ്ട് സൈഡിലേക്കും നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം, കണ്ടോ? എന്നിട്ട് 3 ലീഫ് വരുന്ന വിധത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. മുകളിൽ 3 ഫ്ലവർ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അടുത്ത തൊട്ടിങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഒരു 2 ഫ്ലവർ വരച്ചു കൊടുത്തിട്ട് 2 സൈഡിലായിട്ട് ലീഫ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും ഒരു സ്റ്റെം കൊടുത്തിട്ട് 2 സൈഡിലേക്ക് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് 3 ഫ്ലവർ വരുന്ന വിധത്തിൽ റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസൈൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ 2 സൈഡിൽ ലീഫ് വരച്ചിരിക്കുക, താഴെ ഒരു ലീഫും കൂടെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. വീണ്ടും നമ്മൾ 3 ഫ്ലവർ കൊടുത്തു. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആ സെയിം അങ്ങനെ തന്നെ ഫ്ലവേഴ്സ് ലീഫും ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. രണ്ട് ഫ്ലവർ ചെയ്തു, മുകളിലേക്കും താഴേക്കും 2 ലീഫ്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫ്ലവേഴ്സല്ല ലീഫിന് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം ലീഫിൽ ഫുള്ള് കേട്ടോ. എല്ലാ ലീഫിലും നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 3 ഫ്ലവേഴ്സ് ഇല്ലേ, ആ ഫ്ലവേഴ്സ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ലീഫ് ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട്, അതായത് ലീഫിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയ പേള് വെച്ച് കൊടുക്കണം. വൈറ്റ് കളറിലെ പേളില്ലേ, അത് വെച്ച് കൊടുക്കണം. നടുക്കായിട്ട്, ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് നമ്മൾ പേള് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റെം എന്ന് പറയുന്നത് ഫുള്ള് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. നല്ല റെഡ് കളറിലെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ത്രെഡ്സ് വന്നിട്ട് സിൽക്ക് ത്രെഡ്സാണ്. ഈ 4 കളറ് ത്രെഡ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോർമൽ നീഡിലാണ് ഞാൻ എടുത്തത്. അതുപോലെ ബീഡ്സ് എടുക്കാനായിട്ട് നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈറ്റ് കളറിലെ പേള് ഇതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്ലവേഴ്സിന് വേണ്ടി നമുക്ക് ബീഡ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളറിലെ പേളില്ലേ, അത് വെച്ച് കൊടുക്കാം നമുക്ക്. ആ 3 ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് പേള് വരുന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട്. അതിന് ചുറ്റുമാണ് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ഡിസൈനാണ് കേട്ടോ ഇത്.
നമുക്ക് ബീഡ്സൊക്കെ നമ്മളെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടു. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ, നമ്മുടെ സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റെമ്മ് ചെയ്യാനായിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ സ്റ്റെമ്മിൻ്റെ ഒരു നീളം അതിനനുസരിച്ച് നമുക്ക് കട്ട് ബീഡ്സ് എടുക്കാം. എന്നിട്ട് എൻഡിങ്ങിൽ നീഡിലിറക്കുക. എന്നിട്ട് നമുക്ക് അതിനിടയിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ ഒരു കട്ട് ബീഡ്സൊക്കെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇതുപോലെ 2 കട്ട് ബീഡ്സ് ഇടയ്ക്കായിട്ടാണ് ഞാൻ ത്രെഡ്സ് വെച്ചിട്ട് ഉറപ്പിച്ച് കൊടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, ബീഡ്സിലൊന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ആ സ്റ്റെമ്മിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബീഡ്സൊക്കെ ഇളകിപ്പോരും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. അതങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇപ്പോൾ നമുക്കെല്ലാം ഉറപ്പിച്ച് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കിനി ആ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി എല്ലാ നീഡിലിറക്കി കൊണ്ടുവരിക. അത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഫിക്സായിട്ട് നമുക്ക് അവിടെ ഇരിക്കും കേട്ടോ. കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് നീഡിൽ ഇറക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പം ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ കെട്ടിയിട്ട് കൊടുത്ത് നമുക്കത് നിർത്താം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, നമുക്കിന്ന് ചെയ്യേണ്ടത് നമ്മുടെ ലീഫ് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. ലീഫ് കണ്ടോ, ഫ്രഞ്ച് നോട്ടാണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് നീഡിലിൽ ചുറ്റിയിട്ട് ഇറക്കുക, അടിയിലേക്ക് ഇറക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ആ ലീഫിൻ്റെ ഷേപ്പ് അകത്ത് നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ആദ്യം ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മളിപ്പം ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെൻട്രലായിട്ടെല്ലാം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ. ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഡാർക്ക് റോസ് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് റിംഗ് ഔട്ട് ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ
അപ്പോൾ ആദ്യം നമ്മൾ ത്രെഡ് നേരെ പിടിച്ചിട്ട് ഏത് സൈഡിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം നമ്മൾ നീഡിൽ വെക്കാനായിട്ട്. മനസ്സിലായോ? ഇതേപോലെ ചെയ്താൽ മതി. ഇതൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് പതുക്കെ ഒന്ന് ഫ്ലവർ നമ്മൾ ചെയ്ത് തീർന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇറങ്ങിയിട്ട് ഫ്ലവർ എല്ലാ ബീഡ്സിൻ്റെയും ചുറ്റിനുമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് ത്രെഡ്സ് മാറി മാറി കൊടുക്കണം. വൈറ്റ് കളറും ലൈറ്റ് റോസ് കളറും ഡാർക്ക് റോസ് പിങ്ക് കളറും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഫ്ലവേഴ്സ് മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ലീഫിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ബീഡ് വെച്ച് കൊടുക്കണം. വൈറ്റ് കളറിൽ നമ്മുടെ പേൾ വെച്ച് കൊടുക്കാം. എല്ലാ ലീഫിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അത് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാ ലീഫിൻ്റെ മുകളിലായിട്ട് നമുക്ക് പേൾ വെച്ച് കൊടുക്കണം കേട്ടോ. ചെയ്തതിന് ശേഷം ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് ഫ്ലവേഴ്സും സ്റ്റെമ്മും ലീഫും എല്ലാം വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.